അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിന്റെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറണോ? ഉദാത്തമായ വിജയം, ഫൗസുൻ അളീം എന്ന മഹാവിജയത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണോ? തിൽക ഹുദൂദുല്ലാഹ്, അനന്തരാവകാശ സ്വത്തം എന്ന് പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അമല് ചെയ്താ വദാലികൽ ഫൗസുൽ അളീം, സ്വർഗ്ഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് പടച്ച തമ്പുരാനെയാണ്. എത്ര പിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇന്ന് വരെ ഞാൻ ചോദിക്കുന്നില്ല ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു ആള് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ, ഉസ്താദെ എനിക്ക് ഇന്ന മക്കളുണ്ട്, ഇത്ര മക്കളുണ്ട്, ആണിത്ര പെണ്ണിത്ര എന്ന് പറഞ്ഞിട്ട്, ഉസ്താദെ ഞാൻ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്റെ ഉമ്മ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കൾ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഇത്രയാണ്, ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഏതൊരു മുസ്ലിമാണ് ഏതൊരു മഹല്ലത്തിലുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷേ അപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഉസ്താദുമാരോട്, എന്താണെന്നറിയോ, ഉസ്താദെ എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, എന്റെ മകളും കെട്ടിയോനും എന്നെ നോക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരെ വീട്ടിൽ കേറ്റണോ, വീട്ടിൽ കേറ്റണ്ടേ? അവളുടെ മോളുടെ കല്യാണം വന്നു, ഞാൻ പോണോ പോകണ്ടേ? ഇത് ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം. ഇതിന്റെ പേരല്ലേ ഉഡായിപ്പ് എന്ന് പറയുന്നത്. ഇന്നഹും യക്കീദൂന കൈദ, നമ്മൾ അല്ലാഹയെ തേക്കാൻ നിന്നാൽ വഅഖീദു കൈദ, പടച്ചോനും തേക്കും. അതുകൊണ്ട് ഗൗരവത്തോടെ കണ്ടോളി. അനന്തര സ്വത്തെന്ന് പറയുന്നത് അത് കൃത്യമായി ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് വളരെ കൃത്യത വരുത്തി നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ ആ മക്കളുടെ സ്നേഹം പിന്നെ നമ്മുടെ മയ്യത്തടക്കുന്നതോടുകൂടി അങ്ങ് തീരും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഞാൻ ഓർത്തു പോകുന്നത്, ഒരിക്കൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോ മയ്യത്തെടുക്കാറായി. മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് എടുക്കാൻ വേണ്ടി അടുത്തിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളുമായി താദാത്മ്യമുള്ള കാര്യമാണ്. ആ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്ത് കിടത്തിയിട്ട് സന്തൂക്കിലേക്ക് എടുത്ത് കിടത്തിയിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ മയ്യത്ത് എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരാൾ പെട്ടെന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു, അടക്കാൻ വരട്ടെ, ഇയാൾ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്, ആ പൈസ തരാതെ മയ്യത്തടക്കാൻ ഞാൻ സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കില്ല. ആകെ വിഷയമായി. പലരും പറഞ്ഞു നോക്കി, പറഞ്ഞു നിങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചോ, പക്ഷെ ഞാൻ പുറത്തു കൊടുക്കൂല. ഈ ഖബറിലേക്ക് ഇദ്ദേഹത്തെ ഇറക്കുന്ന സമയം മുതൽ ഭീമാകാരമായ ശിക്ഷയായിരിക്കും അയാളെ നേരിടാൻ പോവുക. അതുകൊണ്ട് ആരെങ്കിലും തരട്ടെ, മക്കളുണ്ടല്ലോ, ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. വാപ്പ മരിച്ച് മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ നിലവിളിച്ച് ഒരു കയ്യിലൊരു തോറത്തുമുണ്ടെടുത്ത് പൊട്ടി കണ്ണ് പൊട്ടിയിട്ട് കരഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഒരു അഭിനയമോ അല്ലാത്തയോ ആയിട്ടൊരു കരച്ചിലുമായിട്ട് വരുന്ന ഒരു മകൻ വടക്ക് ഭാഗത്തുള്ള കതക് തുറന്നിട്ട് ഒരൊറ്റ ഓട്ടം. 2 ലക്ഷം രൂപ വാപ്പ കൊടുക്കാനായിട്ട് ഒരാൾ വന്ന് നിൽക്കുകയല്ലേ, അത് ഞാൻ കൊടുക്കണം, ചേട്ടൻ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തെക്ക് ഭാഗത്തെ വാതിൽ പൊത്ത് ഒരൊറ്റ ഓട്ടം. 3 മക്കൾ, ആ മക്കള് 3 ഭാഗത്തൂടെ ഒരൊറ്റ ഓട്ടം ഓടി. അവസാനം സ്ത്രീകളുടെ ഭാഗത്ത് നിശബ്ദത. ആ സഹോദരന്റെ മകള് കയ്യിലും കാതിലും ഒക്കെ കിടന്ന സ്വർണം വലിച്ചൂരിയിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, എന്റെ വാപ്പയുടെ മയ്യത്തടക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഇതെത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഉള്ളു തരാൻ. എന്റെ വാപ്പയുടെ മയ്യത്ത് ഇനിയും ഇരുന്നാൽ നാറാൻ തുടങ്ങും, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകും. എന്റെ വാപ്പ നിങ്ങൾക്ക് തരാനുള്ള പൈസ എത്രയാണോ ഇത് വിറ്റിട്ട് നിങ്ങൾ എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നോ, കുറവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തന്നേക്കാം, ഇപ്പൊ ഇതേ ഉള്ളൂ, നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചിരിച്ചു. എല്ലാവരും സ്തബ്ധരായി, പരിഭ്രമചിത്തരായി, വിഷാദവിഷണ്ണരായി, വ്യാകുല വിഹ്വലരായി, സംഭീതരായി മരണ വീട്ടിൽ നിൽക്കുമ്പോ വടക്ക് ഭാഗത്തുകൂടി ചാടിപ്പോയ മോനെയും തെക്ക് ഭാഗത്തൂടെ ചാടിപ്പോയ മറ്റൊരു മോനെയും ഒക്കെ ഓർത്തിട്ട് ജനങ്ങൾ അതും ഇതും പറയാൻ തുടങ്ങി നിൽക്കുമ്പോ ഈ പെണ്ണിനെ പറ്റി എന്തായാലും അവൾ അങ്ങനെ ചെയ്തല്ലോ, നല്ല പെണ്ണല്ലേ, നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ താൻ തന്റെ ബാഗിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തിട്ട് ആ മകളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ളത്, ഞാൻ നിന്റെ വാപ്പയ്ക്കാ കൊടുക്കാനുള്ളത്. ഞാൻ ഒരിക്കൽ ഈ പൈസയുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്,
അവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ ഈ 2 ലക്ഷം രൂപ അത് എന്റെ പൈസയാണ്. അത് ശേഷം എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതാ. അത് നിനക്കൊരാവശ്യം വന്നപ്പോ ഞാൻ തന്നിരുന്നു. ഇനി നീ എനിക്കിപ്പോ തരേണ്ട ആവശ്യമില്ല. നിന്റെ കാര്യം നടക്കട്ടെ. ഇനി തരണം എപ്പോഴെന്നറിയോ? ഞാൻ മരിക്കുന്ന ദിവസം എന്റെ വീട്ടിൽ നീ പൈസയുമായിട്ട് വരണം. എന്നിട്ട് നീ ഈ ഒരു രീതിയിൽ നീ അവരോട് പറയണം, എനിക്ക് പൈസ തരാനുണ്ട് എന്ന് നീ പറയണം. നിനക്ക് ഞാൻ തരാനുണ്ടെന്ന് പറയണം. അന്ന് നല്ല മനസ്സോടെ എന്റെ മക്കളിൽ ആരാണ് നിനക്ക് പൈസ തരാമെന്ന് ഏൽക്കുന്നത്, അവനിത് കൊടുത്തേക്ക് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. 2 മക്കളും 2 ഭാഗത്തൂടെ ഓടിപ്പോയി. ആ പ്രിയപ്പെട്ട മകള് കാതിലും കയ്യിലും കഴുത്തിലും കിടന്ന എല്ലാ സ്വർണവും ആഭരണങ്ങളും വലിച്ചൂരിയിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ വാപ്പ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, വാപ്പയ്ക്ക് നാളെ പടച്ചവനെ കിട്ടണമെന്ന ഒരു ചിന്തയോടെ കൊണ്ടു കൊടുത്ത ആ പ്രിയപ്പെട്ട മകൾക്ക് ആ പൈസ കൊടുത്തിട്ട് സന്തോഷത്തോടെ മയ്യത്തിനോടൊപ്പം അദ്ദേഹം നടന്നുപോയി എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ മക്കള് നമ്മുടെ നാട്ടിലില്ലേ? മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഉസ്താദ്, ഞാനൊരു പള്ളിയിലെ ഇമാമാണ്, ഇപ്പൊ നിൽക്കുന്ന 11 വർഷം കൊണ്ട് നിൽക്കുന്ന പള്ളിയില് ഈ മരണവും പ്രസവവും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, കാരണം അത് മഹല്ലാണ്, ഒരു ജുമാ നടക്കുന്ന സ്ഥലമാണ്, ജമാഅത്ത് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ഇപ്പോ താഴെപ്പാങ്ങോടായാലും അതുപോലെ തന്നെ വേറെ ഏത് മഹല്ലത്തായാലും മയ്യത്ത് കൊണ്ടുവച്ചാൽ പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു മാമൂലുണ്ട്, ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയോ? മയ്യത്തുമായി ബന്ധപ്പെട്ട് മാനസികമായി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്തായി മരിക്കുന്നവരെ കാത്ത് നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തുകൂടായിരുന്നു? ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തുകൂടായിരുന്നു? ഈ മരിക്കുമ്പോൾ മാത്രം എന്താ? അങ്ങനെയാണ് മൂത്ത മോനെ ബന്ധപ്പെടണമെന്ന് ഏതോ പള്ളി പറഞ്ഞപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, മയ്യത്ത് തന്ന മരിച്ചുപോയ ആള് തരാനുള്ളത് കിടന്നോട്ടെ, കുഴപ്പമില്ല, പൊരുത്തപ്പെട്ട് ഈ മൂത്ത മോൻ തരുമെന്ന് പറഞ്ഞല്ല, അവൻ തരാനുള്ളതെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞ പള്ളികളും ഉണ്ട്. മരിച്ച ആള് തരണ്ട, ഞാൻ പൊരുത്തപ്പെട്ട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മൂത്ത മോനോട് ചോദിക്കണമെന്ന്, ആദ്യം അവൻ തരാളോ ഒന്ന് തരാൻ പറയും പള്ളിയിലെ ഉസ്താദ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ മുങ്ങി നടന്നിട്ട് എവിടെയെങ്കിലും നിന്ന് ഇടിവെട്ടി മരിച്ചു പോകുമ്പോ പൊതിഞ്ഞെടുത്ത്, ഞാൻ അങ്ങനെ തന്നെ പറയുന്ന പള്ളി കൊണ്ടുവച്ചിട്ട് ഈ പാവപ്പെട്ട ഇമാമിനെ കൊണ്ട് ഏത് മയ്യത്ത് നിങ്ങൾ നോക്ക്, മയ്യത്തിന്റെ ആദാബ് പറയുമ്പോ ഒരാൾ ഇങ്ങനെ ഓടി വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ എന്തോ പറയുന്നത് കേൾക്കാം. എന്താ പറയുന്നത്? അപ്പൊ ഉടനെ ഉസ്താദ് പറയും, സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെ സമീപിക്കുക. അതെന്തേ അങ്ങനെ എന്തിനാ നമ്മൾ കുറവ് വരുത്തുന്നേ? അത് നമ്മൾ ആദ്യമേ കൊടുത്തു വിടേണ്ട കാര്യമല്ലേ? അപ്പൊ ചോദിക്കും, മരിക്കുന്ന ആരെങ്കിലും നേരത്തെ അറിയോ എന്ന്. ഇല്ല, അത് നേരത്തെ തന്നെ ബന്ധുക്കളെയൊക്കെ ഓർമ്മപ്പെടുത്തിയിരിക്കണം, കൃത്യമായി ഒന്ന് എഴുതി വെക്കണം. ഏറ്റവും വലിയ ആയത്തേതാണ്? ഏറ്റവും വലിയ ആയത്തേതാണ്? നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, സക്കാത്തിനെ പറ്റിയല്ല, ഹജ്ജിനെ പറ്റിയല്ല, റമദാനെ പറ്റിയല്ല, റബീഉൽ അവ്വലിനെ പറ്റിയല്ല, തിരുനബിയുടെ ഉദയത്തെ പറ്റിയിട്ടല്ല, തിരുനബിയുടെ അസ്തമയത്തെ പറ്റിയിട്ടല്ല, തിരുനബിയുടെ റിസാലത്തിനെ പറ്റിയിട്ടല്ല, നബിയുടെ നുബുവത്തിനെ പറ്റിയിട്ടല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാണ്? ഒരൊറ്റ പേജുള്ള ആയത്തേതാണ്. ആ ആയത്തേതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുന്നത് അത് ഖുർആനിനെ പറ്റി പറഞ്ഞതല്ല, ഖുർആൻ നിബിധങ്ങളെ പറ്റി പറഞ്ഞതല്ല. അത് കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും, കടം വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കുന്ന ആ വിഷയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്താണ്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, 1000 രൂപ ഒരാൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് പുലിപ്പാറയിൽ നിന്ന് ഞാൻ 1000 രൂപ കടം വാങ്ങിയാൽ അദ്ദേഹം എന്തു വേണം? 2 പേരുടെ സാന്നിധ്യത്തിൽ ഒരു പേപ്പറിൽ എഴുതണം, ഇന്ന ദിവസം ഇന്നയാള് ഇന്ന കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങി ഇത്ര ദിവസം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അബ്ദുൽ ഹക്കീം ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, മുഹീദ്ദീൻ ശൈഖിനാണ് വിശ്വാസമുണ്ട്, പക്ഷെ ഖുർആനിന്റെ നിയമമാണ്, പാലിക്കാതിരിക്കാൻ പറ്റൂല. ഇന്ന് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പൈസ 1000 രൂപ ചോദിക്കുമ്പോൾ എഴുതി വെച്ചാൽ നമ്മൾ അയാൾക്ക് നാട്ടിൽ കൊടുക്കുന്ന പേര് ബഖീലി എന്നല്ലേ? അവൻ ലുബ്ധനാണ്, ഇപ്പറയും അർക്കീസാണോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാളെ ബഖീൽ എന്ന് വിളിച്ച് അർക്കീസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അത് സമുദായത്തിന്റെ വിവരക്കുറവല്ലേ? അല്ലാതെ ഈ എഴുതി വെപ്പില്ലാതെ, ഇതൊന്നും എഴുതി വെക്കാതെ ആരാർക്ക് കടം കൊടുത്തിട്ടുണ്ടോ അല്ലാഹ് പശുവും പാലിന് പണിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കരഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ചതിയന്മാര് തൊപ്പി വെച്ച് വരും, ചതിയന്മാര് തസ്ബീഹ് വരും, ചതിയന്മാരൊക്കെ ഈ പൈസ കടം വാങ്ങുന്നവരൊക്കെ വിളിക്കുമ്പോ ഫോൺ എടുക്കില്ല. എന്താ എങ്ങാനെ എടുത്താ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ളുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. ഞാൻ തഹജ്ജുദിലായിരുന്നു, അതുകൊണ്ടാണ് ഈ മെസ്സേജിന് മറുപടി അയക്കാത്തത്. എനിക്ക് ഖുർആൻ 2 പേജ് കൂടെ ഓതാണ്ട്, അതുകൊണ്ട് ഓതി തീർന്നിട്ട് തിരിച്ചു വിളിക്കാന്നൊക്കെ പറയും. എന്താ കാര്യം? ഇതൊന്നുമല്ല, അവൻ വേറെ ആരെയും പറ്റിച്ചോണ്ടിരിക്കുകയായിരിക്കും.
അതാണ് പറ്റിപ്പിന്റെ ന്യൂജൻ വെർഷൻ എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എഴുതി വെക്കണം. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആളുകൾക്ക് കൊടുക്കാനുള്ളത് എഴുതി വെച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചിരിക്കണം. മക്കളെ, നിങ്ങൾ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. മറിച്ച് നിങ്ങൾ ഈ പേപ്പർ നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് മക്കളെ ഏൽപ്പിച്ച എന്താ പ്രശ്നം? അതല്ലേ ചെയ്യേണ്ടത്? ഒരാൾ മരിച്ചാൽ എന്റെ സ്വത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചോദിച്ചു നോക്ക്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സ്വത്ത് ആദ്യ അനന്തരാവകാശികൾക്ക് കൊടുക്കലല്ല. ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആർക്കാണോ മിംബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔദൈൻ യൂസി ബിഹാ ഔദൈൻ എന്നുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്റെ വസിയത്ത് നടപ്പിലാക്കുക. ഞാൻ താഴെപ്പാങ്ങോട് പള്ളിയിൽ ഒരു കുട്ടി 1 കൊല്ലത്തേക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ നേരത്ത് എന്റെ സ്വത്തിനെ വീതിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 30,000 രൂപ 1 കൊല്ലത്തെ പൈസ താഴെപ്പാങ്ങോട് കൊണ്ട് കൊടുക്കുക. രണ്ടാമതോ ഔദൈൻ, എന്റെ കടം ഏതാന്ന് നോക്കിയിട്ട് ബുക്കിനകത്ത് നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. എന്നിട്ടാണ് അനന്തര സ്വത്ത് വീതിച്ചെടുക്കേണ്ടത്. ഇതാദ്യം മോള് വന്നിട്ട് മരുമോനെയും പേരമക്കളെയും കൂടെ കൊണ്ടുവന്ന് ഉള്ളതെല്ലാം കൂടെ പറിച്ചോണ്ടങ്ങ് പോകും. പിന്നെ മോന് അവനും വന്ന് കുറെ പറിച്ചോണ്ടങ്ങ് പോകും. അവസാനം വാപ്പാക്ക് പള്ളിയിൽ കടമുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? മരിച്ച് പള്ളി കമ്മിറ്റി എഴുതി അങ്ങ് തള്ളും. എന്താ സംഭവിക്കുക? ഖബറിനകത്ത് കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ആ ഖബറാളി ഏറ്റുവാങ്ങുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കരയരുത്, ഖബറിനകത്ത് കിടന്ന് കരയേണ്ടി വരരുത്. തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. ഈ താഴെ പാങ്ങോട് ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ നടന്നു നോക്ക് ചെറുപ്പക്കാരാ. ഏതോ മയ്യത്തുകൾ കിടന്ന് നിലവിളിക്കുന്നുണ്ടാകും. തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി വദുൽ മീറാസി യഖ്തസിമൂന മാലി വമാ യഅലൂന അൻജഹദൂ ദുയൂനി. എന്താ ഖബറാളി പറയുന്നതെന്നറിയോ? എന്റെ മക്കളിതാ എന്റെ ഖബറിന്റെ ചാരത്തൂടെ നടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ ഖബറിന്റെ അടുത്തൂടെ വാള് കേൾക്കാൻ പോയതാ. എന്റെ ഭർത്താവിന്റെ ഖബറിന്റെ ചാരപ്പ് കൂടി ജുമാ ദിവസം നടന്നു പോയതാ. അവൻ എന്നെ അറിയാത്തതുപോലെ നടന്നു പോവുകയാ. ഒരു സലാം പറഞ്ഞില്ല. ഈ കിടക്കുന്ന എന്റെ വാപ്പയാണല്ലോ, എന്റെ ഉമ്മയാണല്ലോ. ആ ഒരു ചിന്തയോടെ ഒരു സലാം പറയാൻ എന്റെ മോനന്റെ എന്റെ ഖബറിന്റെ അടുത്ത് വന്നില്ല. അവൻ അതിനടുത്തുകൂടെ നടന്നു പോയപ്പോ ഓരോ ചെടികൾ മാറ്റിയിട്ട് ഇഴജന്തുക്കളുണ്ടോ എന്ന് വളരെ ഭവ്യതയോടെ വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ട് അവനും നടന്നുപോയി. പക്ഷെ എന്റെ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്നത് എന്റെ മോൻ അറിയുന്നില്ല. ഒരു സലാം ചൊല്ലാൻ, ഒരു ദുആ ചെയ്യാൻ എന്റെ പൊന്നുമോ തയ്യാറാകുന്നില്ല. പക്ഷെ ഞാൻ മരിച്ചപ്പോ എന്റെ വീട്ടിൽ നടന്നതെന്താ? വദുൽ മീറാസി യഖ്തസിമൂന മാലി. എന്റെ അനന്തരാവകാശികള്, എന്റെ മക്കള്, ജീവിതത്തിൽ എന്നെ ഒന്ന് നോക്കാത്ത മോള് പോലും വണ്ടി പിടിച്ചെന്റെ മരണത്തിന് വന്നു. അതെന്നോടുള്ള സ്നേഹമല്ല, എന്നോടുള്ള താല്പര്യമല്ല, എന്റെ മുഖം അവസാനമൊന്ന് കാണാനല്ല. പിന്നെയോ എന്റെ സ്വത്ത് വീതിച്ചെടുക്കുമോ എന്ന പേടിയാണ്. അങ്ങനെ അനന്തരാവകാശികളെന്ന എന്റെ മക്കളെല്ലാം കൂടി എന്റെ സ്വത്ത് വീതം വെച്ചെടുത്തോ. ഞാൻ ഹജ്ജിന് പോയിട്ടില്ലായിരുന്നു, ഞാൻ പള്ളിക്ക് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ കടങ്ങൾ വീട്ടാൻ അവർക്ക് യാതൊരു ചിന്തയുമില്ല. പറയണം വാപ്പാ, മൈലാഞ്ചി ചെടിയല്ലാതെ ദുനിയാവിൽ ഒന്നും അത് കേൾക്കൂല. നടന്നു പോകുന്ന ഇഴജന്തുക്കൾ, നടന്നു പോകുന്ന കാലിമൃഗങ്ങള്, ഇഴഞ്ഞു പോകുന്ന ഇഴജന്തുക്കള്, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങള്, ഇതെല്ലാം അത് കേൾക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യരും ജിന്ന് വിഭാഗവും കേൾക്കില്ല എന്ന് ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ. ആ നിലയിൽ ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കണോ സഹോദരാ? അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന ഉന്നതമായ മഹത്തായ വിജയത്തിന്റെ ഉന്നതമായ ശ്രീലാളിതയ
മാതൃകയായി നമുക്ക് മാറാൻ കഴിയണോ? അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അനന്തര സ്വത്ത് വീതിച്ചെടുക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ചുരുക്കി ഞാൻ പറയുകയാണ്, ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. രണ്ടാമതായിട്ട് ഫൗസുൻ അലീം എന്ന് പറയുന്ന മഹാവിജയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. നബിയും സഹാബാക്കളും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിച്ച ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമ്പത്ത് ചെലവഴിച്ച, ഇവിടെ ഞാൻ അഭിമാനത്തോടു കൂടി 40 പേരെ ഹജ്ജിന് ഉംറയ്ക്ക് വിട്ട ഒരു സഹോദരൻ, എനിക്ക് അദ്ദേഹം ആരാന്നറിയില്ല. ഞാൻ ഇമാമിനോട് ചോദിച്ചു, എനിക്ക് പിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ഞാൻ ചോദിച്ചു മൂപ്പര് ആരാ, എനിക്ക് പരിചയമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1.5 മാസമായുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ, 1.5 മാസമല്ലേ? പിന്നെ ആരോട് ചോദിക്കാനാ? ആരോടെങ്കിലും ചോദിച്ചാൽ വിചാരിക്കും ഇനിയിപ്പൊ ഞാൻ പ്രത്യേകമായി പിടിച്ച, എനിക്ക് അങ്ങനെ മുതലാളിമാരെ കാണുന്ന സ്വഭാവമില്ല, എനിക്ക് ദുനിയാവിൽ ഒരു മുതലാളിമാരെയും പരിചയമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി എനിക്ക് പരിചയമുള്ള അബ്ദുൽ ഹക്കീം ഉസ്താദ. അതവിടെ ഞാൻ പോവാറുണ്ട്, മരിച്ചിനി പുഴുങ്ങി തരാറുണ്ട്, കരിക്കടത്ത് തരാറുണ്ട്, പിന്നെ ഇടയ്ക്ക് മുയലോ കിളിയോ ഒക്കെ തന്നു, ചെടിയും തരാറുണ്ട്. അല്ലാതെ എനിക്ക് ഒരു മുതലാളിമാരുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. അദ്ദേഹം നോക്കിയ 40 പേരെ വിശുദ്ധമായ ഉംറയ്ക്ക് വിട്ടിരിക്കുന്നു. ചില്ലറ കാര്യമാണോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തെല്ലാം പബ്ലിസിറ്റി ചെയ്യാം. അത്ഭുതം തോന്നാണ് ആ മനുഷ്യനെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എനിക്കറിയില്ല അദ്ദേഹം എന്ത് തൊഴിലാണ്, ഏത് നാട്ടുകാരനാന്ന് പോലും അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ തൊഴിലിൽ അഭിവൃദ്ധി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഖൈർ കൊടുക്കട്ടെ. അള്ളാഹു നല്ല ലാഭവും നല്ല സന്തോഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊക്കെ ഒരു മനസ്സാണ് സഹോദരങ്ങളെ, ഒരു മനസ്സാണ്. അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലോ, അതൊരു മനസ്സാണ്. അതെല്ലാവർക്കും അള്ളാഹു താല കൊടുക്കില്ല. ഒരു ഹദീസിൽ കാണാം, നിസ്കരിക്കുന്നവന്റെ അടുക്കൽ ഒരൊറ്റ ശൈത്താനേ വരുള്ളൂ, യുഖാലു ലഹു ഖൻസബ്. നമസ്കാരം നിർവഹിക്കുന്നവനെ ഫസാദാക്കാൻ വരുന്ന ശൈത്താന്റെ പേര് ഖൻസബ് എന്നാണ്. ബാത്റൂമിൽ ചെന്നാല്, ആ ടോയ്ലറ്റിലെ വാഷ്റൂമിൽ നമ്മൾ കയറുമ്പോ അവിടെ ചില കോപ്രായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ വരും. അവിടെ വരുന്ന ശൈത്താൻ കപ്പിൽസാൻ, ആണും പെണ്ണുവാ, കെട്ടിയവനും കെട്ടിയോളുവാ. അതിന്റെ പേര് ഹുബ്സ് ഖബായിസ് എന്നാണ്. അതിന് ചില ആളുകള് ആൺകൊതു പെൺകൊതു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടെ നിന്ന് കണ്ടു പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. ഏതായിരുന്നാലും ഈ ആൺ പെൺ പിശാചുക്കള് ബാത്റൂമിൽ വരും. പിന്നെ കുളിക്കുന്ന കുളിപ്പുരയില് രണ്ടും രണ്ടാണല്ലോ. ടോയ്ലറ്റ് വേറെ, നമ്മൾ കുളിക്കുന്ന സ്ഥലം വേറെ. അത് മനസ്സിലാക്കണം. അപ്പൊ ആ കുളിക്കുന്ന സ്ഥലത്ത് വരുന്ന ശൈത്താന്റെ പേര്, അത് ചിലപ്പോ ഹൗലിലൊക്കെ വരും. കാരണം നമ്മൾ അശ്രദ്ധമായി വെള്ളം തുറന്നു വിട്ട് ഒതുവെടുക്കാൻ. വീട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ രോഗികളെ കുളിപ്പി തേക്കുന്നത് പോലെ തേച്ചിട്ടാ ഒതുവെടുക്കുക. ചില ആളുകൾ വെള്ളം ചെലവാവും, മോട്ടർ ഇടണമല്ലോ, വെള്ളം കമ്മിയാണ്, പ്രത്യേകിച്ച് ചൂട് കഠിനമായ സമയമാണ്. പള്ളിയിൽ വന്നാലോ, പള്ളിയിൽ ടോപ്പം കൊണ്ട് തുറക്കുമ്പോഴായിരിക്കും ഫോൺ വരിക. ഈ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കും, വെള്ളം പോയിക്കൊണ്ടിരിക്കും. പോകുന്നെങ്കിൽ പോട്ടെ, അള്ളാന്റെ വെള്ളമല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ പള്ളിയിൽ എന്ന ഒരു ധാരണ ആണല്ലോ. ചില ആളുകളൊക്കെ ഈ വലിയ മാളിലൊക്കെ വരുമ്പോ, എയർപോർട്ടിലോ ഒക്കെ മാളിലൊക്കെ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോ ഉണ്ടല്ലോ, കൈ ഒന്ന് ഈ വാഷ് ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ക്യൂ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, വീട്ടില് ആഹാരം കഴിച്ചാൽ കൈ എഴുവാത്തോനാ, വീട്ടില് എന്തെങ്കിലും തിന്നാലോ തിന്നുന്നതിന് മുമ്പോ കൈ എഴുവാത്തവനാണ് ഇവൻ. മാളിലോ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഒക്കെ വന്നാൽ വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു സാധനത്തിലോട്ട് കയറ്റിട്ട് കൈ ഇങ്ങനെ ഉണക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട് മണിക്കൂറുകളോളം. പിന്നെ ചില ആളുകൾ ഈ പാല് കറക്കും പോലെ ആ ടിഷ്യൂ ഊരുന്നത്, അവനൊക്കെ കട നടത്തുന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിൽ അപ്പോഴൊക്കെ കട നടത്തുമ്പോഴല്ലോ ഇങ്ങനെ ടിഷ്യൂ എടുക്കുന്നത്. ഒരു ടിഷ്യൂ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി, എന്നിട്ട് ഇങ്ങനെ കൊടഞ്ഞ് ഒന്നുകൂടെ രണ്ടാമതൊന്നും കൊടുക്കൂല. കട നടത്തുന്ന ആളുകളാണെങ്കിൽ ഇവരൊക്കെ എയർപോർട്ടിലും അതുപോലെ ഏതെങ്കിലും മാളിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കൈയൊക്കെ കാലൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ എടുക്കുന്ന രംഗമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഒരു സാമൂഹ്യ വിരുദ്ധരാണിത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആരാന്റെ മുതലൊരു സൂക്ഷ്മത കാണിക്കണം, ഇല്ലെങ്കിൽ പണി നമുക്ക് കിട്ടും പണി.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ബാത്റൂമിൽ കയറുമ്പോ ആ ബാത്റൂമിൽ വരുന്ന അല്ലെങ്കിൽ പിന്നെ കുളിക്കുന്ന സ്ഥലത്തും ഹൗലിന്റെ ഭാഗത്തൊക്കെ വരുന്ന ശൈത്താനും ഒരു ശൈത്താന, അവന്റെ പേര് യുഖാലു ലഹു വലഹാൻ. ആ ശൈത്താന്റെ പേര് വലഹാൻ എന്നാണ്. എന്നാ നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ സദഖ കൊടുക്കുമ്പോൾ അവൻ ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ വരുന്ന ശൈത്താൻ 70 ശൈത്താനാണ്. 70 ശൈത്താനാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു വിഷയത്തിൽ എത്രത്തോളം ഒരു മനുഷ്യന് ആ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ എത്രത്തോളം അവന്റെ മനസ്സങ്ങോട്ട് ഇളകിയാലേ കൊടുക്കുള്ളൂ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വിഷയത്തിൽ താഴെ പാങ്ങോടുകാര് നമ്പർ 1 ആണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, 25 കുട്ടികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 25 പേര് തയ്യാറായിരുന്നോളി, മനസ്സിൽ നിയത്ത് വെച്ചോളി. 365 ദിവസം. ഇപ്പൊ ഫെബ്രുവരി 29 ഉണ്ട് ഈ കൊല്ലം, അധിക വർഷം. അടുത്ത വർഷം ഫെബ്രുവരി 28 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ 365 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഘട്ടം ഘട്ടമായോ അല്ലാതെയോ നിങ്ങൾ കൊടുത്തു തീർത്താൽ മതി. ഒരു കുട്ടിക്ക് ഒരു 30,000 രൂപ നിയത്താക്കി നിങ്ങൾ വെച്ചോളി. കൂടുതൽ ആരും പറയണ്ട, ആരുടെയൊന്നും പൈസ വാങ്ങൂല. 25 പേരെ പറയാവൂ, 26ാമത്തെ ആള് വിചാരിക്കരുത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോഴേ ഒരു നിയത്ത് വെച്ചോളി. ഒരു കൊല്ലത്തിന്റെ ഇപ്പുറം കൊടുത്താൽ മതി. 25 പേര് 30,000 രൂപ ഇൻഷാ അല്ലാഹ് ഒന്ന് നിയത്താക്കി വെച്ചോളി. അള്ളാഹുവിന്റെ ദീനിലെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ 70 ശൈത്താനെ കടന്നാക്രമിക്കാൻ 70 ശൈത്താനോട് പടവെട്ടി വിജയിക്കുന്നവനാരോ അവന് മാത്രമേ സദഖ കൊടുക്കാൻ കഴിയൂ, അവന് മാത്രമേ ധർമ്മം ചെയ്യാൻ കഴിയൂ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിൽ 89ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവും അള്ളാന്റെ റസൂലും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാര് അള്ളാന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച സാമ്പത്തികമായ എല്ലാ ഔന്നത്യത്തിന്റെയും വിശദീകരണം പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അവസാന ഭാഗം അല്ല പറയുന്നതെന്തെന്നറിയോ? നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് വിശദീകരിക്കുമ്പോൾ എന്റെ സഹോദരിമാരോട് ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. എന്തേ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും വലിയ ജാജ്വല്യമാനമായ മാറ്റം വരുത്തിയ മറക്കാൻ കഴിയാത്ത ഒരു മഹിളാരപ്പനമുണ്ട്, അറിയുമോ? ഈ താഴെ പാങ്ങോട് 10ാമത് സ്വലാത്ത് വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ ദീനിൽ 1ാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മറുപടി പറയുന്നത് ഒരേ ഒരു വനിതയെ പറ്റിയായിരിക്കും. ഞാൻ ചോദിക്കുന്നില്ല സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ, അള്ളാന്റെ ദീനിന്റെ 1ാമത്തെ വനിതയാരാ? നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യേ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. അള്ളാന്റെ ദീനിന്റെ 1ാമത്തെ വനിതയാരാണ്? പ്രഥമ വനിതയാരാ? ആരാണെന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല ഞാൻ. എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു പേരായിരിക്കുമല്ലോ കടന്നു വരുന്നത്. മസ്ജിദുൻ നബവിയുടെ അടുത്ത, മസ്ജിദുൻ നബവിയുടെ ചാരത്ത്, മദീനത്തുൻ നബവിയുടെ മണൽപ്പരപ്പില് ലോകത്തിന്റെ നായകന്റെ 4 വിരലുകൾ വരയ്ക്കുകയാ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മദീനത്തുൻ നബവിയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് സഹാബത്തോടൊപ്പം ഇരിക്കുമ്പോൾ 4 വിരലുകൾ ഇങ്ങനെ മണൽപ്പരപ്പിൽ ഇങ്ങനെ വരച്ചു. ഹിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയും 4 വിരലുകൾ ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരച്ച വരയിൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ 1ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞത് ആരുടെ പേരെന്നറിയോ? അവിടെയാണ് പ്രഥമ പൗര സയ്യിദത്തുനാ ബീബി ഖദീജത്തുൽ കുബ്രാ. ഖദീജ ബീവിയെ മാറ്റി വെച്ചിട്ട് ഇസ്ലാമുണ്ടോ? 2ാമത്തെ സ്ത്രീ ഫാത്തിമത്ത് സഹ്റ, 3ാമത്തേത് ആസിയ, 4ാമത്തേത് മറിയം ബീവിയ. ഈ 4 സ്ത്രീകളും സ്വർഗത്തിന്റെ സ്ത്രീകളുടെ നേതൃത്വ പദവി അലങ്കരിക്കുന്നവരാ. എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ 4 നേതാക്കന്മാരാ ഉള്ളത്. അതിൽ 1 ഖദീജ ബീവിയ, 2 ഫാത്തിമ ബീവിയ, 3 ആസിയ ബീവിയ, 4 മറിയം ബീവിയ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ ചോദിക്കട്ടെ,
ചോദിക്കട്ടെ, ഖദീജ റളിയല്ലാഹു അൻഹയെ മാറ്റിവെച്ചിട്ട് ഇസ്ലാം പൂർത്തീകരണമുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാറ്റിവെക്കുമ്പോൾ ധനാഢ്യയായിരുന്ന സമ്പന്നയായിരുന്ന ഖുവൈലിദിന്റെ പൊന്നുമോൾ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ സമ്പന്നയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇന്നും നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ. ഒരുപക്ഷേ നേരത്തെ വന്നവരായതുകൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ കൈയടക്കിയപ്പോൾ ആ ഖദീജ ബീവി ഒരു ളുഹർ നിസ്കരിച്ചിട്ടില്ല, ഒരു അസർ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഒരു ഇശാ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് സുബഹി പോലും നിസ്കരിച്ചിട്ടില്ല തന്റെ ജീവിതത്തിൽ. എന്തേ നിസ്കാരമില്ലാത്ത പെണ്ണായതുകൊണ്ടാണോ? അല്ല, അള്ളാന്റെ ഹബീബിന് 50-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 51-ാമത്തെ വയസ്സെത്തുമ്പോഴല്ലേ മേറാജ് നടന്നത്. ഏഴാകാശങ്ങളും കീറി മുറിച്ച് സപ്തവാനങ്ങളും പാണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ ഏഴാകാശങ്ങളും കടന്നിട്ട് അർശ് കണ്ട്, കുർസ് കണ്ട്, ലൗഹ് കണ്ട്, കലം കണ്ട്, സ്വർഗ നരകങ്ങളെ കണ്ട്, മഖാമു ശരീഫുൽ അഖ്ലാം കണ്ട്, റഫ്റഫ് കണ്ട്, എല്ലാം കണ്ടിട്ട് അള്ളാന്റെ ഹബീബ് തിരിച്ചെത്തുമ്പോൾ 51-ാമത്തെ വയസ്സിലേക്ക് നടപ്പ് പ്രായമാണ്. 50 വയസ്സ് കഴിഞ്ഞ് 51-ാമത്തെ വയസ്സിലേക്ക് നടപ്പ് പ്രായമാണ്. അന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ കൊല്ലമാണ്. ആ കൊല്ലമല്ലേ ആകെ മൂഡോഫായിരുന്ന നബിതങ്ങള് അള്ളാഹു അവിടത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്, നബിയെ നിങ്ങൾ തളർന്നു പോകരുത്. ഇത് പറയാൻ അള്ളാഹു തആല അവന്റെ മഖാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാബ കൗസൈനയുടെ ബന്ധം കൊടുത്തുകൊണ്ട് പ്രവാചകനെ ലോകത്തെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കിയപ്പോൾ ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സുന്ദരമായ രാത്രിയാ സന്ദർഭം ഉണ്ടായപ്പോൾ അവിടെ വെച്ച് കൊടുത്ത സമ്മാനമല്ലേ 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരവുമായിട്ട് മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചെത്തുമ്പോൾ ജന്നത്തുൽ മുഅല്ലയിലല്ലേ ഖദീജ ബീവി കിടന്നുറങ്ങുന്നത്. പിന്നെങ്ങനാ ഖദീജ ബീവി ളുഹർ നിസ്കരിക്കുക? പിന്നെങ്ങനാ ഖദീജ ബീവി ഇശാ നിസ്കരിക്കുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരമെന്ന ആ മുനാജാത്തിന്റെ നിർബന്ധമായ അവസ്ഥയ്ക്ക് മുമ്പ് ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടെ 3 കൊല്ലം റസൂലുള്ള മക്കയിൽ വീണ്ടും താമസിച്ചു. അവിടെ 53-ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നിട്ട് 2 കൊല്ലം ജീവിച്ചു. നബിക്ക് 55 വയസ്സാ. 55 വയസ്സെന്ന് പറഞ്ഞാൽ ഖദീജ ബീവി വഫാത്തായിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ആ സമയത്തല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്തല്ലേ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കുന്നത്. ആ വർഷമല്ലേ പരിശുദ്ധ റമദാനിന്റെ നോമ്പല്ല നിർബന്ധമാക്കിയത്. ഒരു നോമ്പ് ഖദീജ ബീവി പിടിച്ചിട്ടുണ്ടോ താഴെ പാങ്ങോട്ടത്തെ പെങ്ങളെ? ഇല്ല, ഇല്ല. നിർബന്ധമായ നോമ്പ് പിടിച്ചിട്ടില്ല, നിർബന്ധമായ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളെക്കാൾ, ലോകത്തുള്ള സർവ്വ സ്ത്രീകളെക്കാൾ ഉന്നതമായ ഉദാത്തമായ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി ചാച്ചുല്യമാനമായ ലോകത്തിന്റെ പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇന്ന് മാപ്പിളപ്പാട്ടുകാർക്കും ഖദീജ ബീവിയെ വേണമല്ലോ. ഇന്ന് ഏതെങ്കിലുമൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന ആളുകൾക്കും ഖദീജ ബീവിയുടെ സ്നേഹ പരിലാളനകളെ വേണമല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ആയിഷ ജീവിതത്തിൽ വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമാണല്ലോ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഖദീജ ബീവി കടന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം കീഴടക്കിയതെന്ന് നിങ്ങൾക്കറിയോ? ഒരേ ഒരു കാര്യമാ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വവജദക ആയിലാ ഫഅഗ്നാ. നബിയെ, അങ്ങ് ദരിദ്രനായിരുന്നല്ലോ, അങ്ങ് സമ്പത്തില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ. പലപ്പോഴും റസൂലുള്ള കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശപ്പിന്റെ വിളിയാളം മൂലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും പട്ടിണിയുടെ പരിവട്ടത്തിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് പച്ചില തിരക്കി നടക്കുന്ന, പച്ചില അന്വേഷിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട അനുചരന്മാരോട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ സതീർത്ഥ്യരെ, എന്റെ സഹാബത്തെ, അറാക്ക് മരമുണ്ടല്ലോ, പല്ല് തേക്കുന്ന അറാക്കിന്റെ ആ ഒരു കമ്പുണ്ടല്ലോ, അതിന്റെ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിൽക്കുന്ന കറുത്ത കായ്ക്കൾ പറിച്ചു തിന്നോ നിങ്ങള്. അത് വിശപ്പടക്കാൻ നല്ലതാ. ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചവരെ
പൊരിച്ചാലല്ലാതെ അങ്ങനെ തിന്നിട്ടുണ്ടാവൂല. സഹാബാക്കൾ ചോദിച്ചു, നബിയെ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? അതേ റസൂല് പറയുന്നു, ഞാൻ ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലാതെ വരുന്ന ഘട്ടത്ത് ഞാൻ അറാക്ക് മരത്തിന്റെ കറുത്ത കായ്ക്കൽ പറിച്ച് തിന്നിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാചകന്റെ മുമ്പിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, അങ്ങ് ദാരിദ്ര്യത്തിൽ നിന്ന്, ദരിദ്രനായ അവസ്ഥയിൽ നിന്ന് അങ്ങക്ക് എന്തെങ്കിലും സാമ്പത്തികമായ മേന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബിയെ അത് ഖദീജയിലൂടെയാ എന്ന് കരുതിയിട്ട് ഖദീജ ബീവിയുടെ സ്വത്ത് മുഴുവനും വഹിച്ചുകൊണ്ട് നബിതങ്ങൾ പുട്ടടിച്ചെന്നല്ല. റസൂലുള്ള വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ തമ്പുരാട്ടിയായ ഏറ്റവും വലിയ കോടീശ്വരിയായ യൂസുഫ് അലി സാഹിബിനേക്കാൾ, രവിപ്പിള്ളയേക്കാൾ, ലോകം കണ്ട കള്ളന്മാരായ അംബാനിയും അദാനിയേക്കാൾ കോടീശ്വരിയായി ലോകം മുഴുവനും വാഴ്ത്തപ്പെട്ടിരുന്ന ഖുവൈലിദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഖദീജയുണ്ടല്ലോ, ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ സമയത്ത് കഫൻ പുടവ തികയുന്നില്ല. അവസാനം നീളമുള്ള ഇദ്ദഖർ പുല്ല് കാട്ടിൽ ചെന്ന് വെട്ടിക്കൊണ്ടുവന്ന് ആ ഇദ്ദഖർ പുല്ല് വെച്ച് കാലിന്റെ ഭാഗം ഇങ്ങനെ ചുറ്റുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഖദീജ റളിയല്ലാഹു അൻഹ ദീനിനു വേണ്ടി സർവ്വതും കൊടുത്ത് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ പടുങ്കുഴിയിലേക്ക് ചെന്ന് വീണപ്പോൾ ആ ഒരൊറ്റ പദവി കൊണ്ടാണ് ഖദീജ ബീവിക്ക് ഇത്രയും മഹത്വമുണ്ടായത്. അല്ലാതെ നമ്മളെ പോലെ നിസ്കരിച്ചത് കൊണ്ടല്ല, നമ്മളെ പോലെ നോമ്പ് പിടിച്ചത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഖദീജ റളിയല്ലാഹു അൻഹ പോലും ഇത്രയും വലിയ ധനാഠ്യയായിരുന്നിട്ട് സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി ഖുർആൻ സൂറത്തു തൗബ ഇങ്ങനെ വാചാലമാകട്ടെ. അതിന്റെ അവസാനം പിൻകുറിയായല്ല പറഞ്ഞത് എന്തെന്നറിയോ? അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അലീം. സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി നബിയെ സഹാബാക്കള് സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ല പറയാണ്, അവർക്ക് അഅദ്ദല്ലാഹു ലഹും ജന്നാത്ത്, അല്ല അവർക്ക് തോട്ടങ്ങൾ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന, എത്ര മനോഹരമായിരിക്കും, കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളുള്ള ആ മഹത്തായ വലിയ പടുകൂറ്റൻ തോട്ടങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖാലിദീന ഫീഹാ, ഒരു നിമിഷം പോലും അവർക്ക് പുറത്തു പോകേണ്ടി വരില്ല. ദാലികൽ ഫൗസുൽ അലീം, അവിടെ അവർക്ക് അല്ലാഹുവിനെ കിട്ടുക, അവർക്ക് അവിടെ അള്ളാൻ അങ്ങോട്ട് കൊടുക്കാൻ. എന്താ അവർ ഇവിടെ ചെയ്തത്? സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് ചെലവഴിച്ചു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമ്പത്ത് ചെലവഴിക്കുന്നതിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ. അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ ധർമ്മിഷ്ഠനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മിഷ്ഠന്മാരുണ്ടാവും. ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, സുപ്രസിദ്ധനായ ധർമ്മിഷ്ഠൻ, ആ നാട്ടിൽ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ആളാണ് അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു. ആളുകളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പുകഴ്ത്തി പറയും. ഒരു സമ്പന്നൻ ഉണ്ടെങ്കിൽ എല്ലാവരും തൊട്ടിയും കയറുമായിട്ട് വരൂലേ? ഒരു കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ കോരാൻ വേണ്ടിയിട്ട്, ഒരു കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ സകല ആളുകളും തൊട്ടിയും കയറുമായിട്ട് വരും അവിടെ നിന്ന് കോരാൻ വേണ്ടിയിട്ട്. പിന്നെ അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫضل എന്ന് പറഞ്ഞാൽ കോരും കിണർ ഊറും. കോരും കിണർ ഊറും. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ, ഇപ്പം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് മന്നാനിയ പാങ്ങോട് എത്തീങ്ങാനയുടെ മാനേജരാ. ഇപ്പൊ വലിയ മാറ്റമാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഒരു വർഷമായോ? കഴിഞ്ഞോ? അപ്പോ അല്ല, കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിക്കുമ്പോ ഭാര്യ ഉണ്ടോ? ഇല്ല. ആ പ്രിയപ്പെട്ട ഭാര്യ, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മക്ക് ക്യാൻസറാ. അള്ളാഹു നമ്മുടെ ഒക്കെ വീട്ടിൽ ആരൊക്കെ രോഗികളുണ്ട് അവർക്കൊക്കെ ശിഫ നൽകട്ടെ.
ക്യാൻസർ ഒന്നും ഇപ്പൊ വലിയൊരു അസുഖമായിട്ട് ആരും പറയാം. പണ്ടൊക്കെ പറയും, അറിഞ്ഞോ അവർക്കൊരു അസുഖമാണ്, ഈ ഒരു അസുഖമാണെന്ന് ചില കോഡുകളിലൂടെ നമുക്ക് ചില ആളുകൾ വന്നിട്ട് പറയും, എന്താ ജോലി? ചെറിയ ബിസിനസ് അല്ല, എന്താ എന്നാലും ചെരുപ്പ് കടയാണോ, തുണിക്കടയാണോ, മീൻ കടയാണോ, പച്ചക്കറി കടയാണോ, അല്ലെ പഴക്കടയാണോ? അല്ലല്ല, ചെറിയൊരു ബിസിനസ്. ഈ ചെറിയ ബിസിനസ് എങ്ങും തൊടാതെ പറയുന്ന ആളുകളുടെ ബിസിനസ് എന്തായിരിക്കും എന്നറിയോ? റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. അത് മനസ്സിലായിക്കോളൂ. ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരനാണ്. അപ്പൊ എന്നതുപോലെ പണ്ടൊക്കെ ആളുകൾ പറയും, അസുഖമാണ്, അത് വലിയൊരു അസുഖമാണ്. ക്യാൻസർ എന്ന് പറയാൻ തന്നെ പേടിയായിരുന്ന ഒരു കാലം. ഇന്ന് 100-ൽ 60-70% 60-70 പേർക്ക് ക്യാൻസറാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഉമ്മയും അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏറ്റവും പ്രായം കൂടിയത് എന്റെ ഉമ്മയാണ്. ഞങ്ങൾ 3 പേരാണ് അന്ന് RCCയുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും കാണുന്നത്. ഒന്ന് ഞാൻ എന്റെ ഉമ്മയും കൊണ്ട്, അബ്ദുൽ ഹക്കീം ഉസ്താദ് ഭാര്യയും കൊണ്ട്, മുഹമ്മദ് മന്നാനി മാമം അല്ലേ അദ്ദേഹവും, മുഹമ്മദ് മന്നാനി മാമം അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. ഞാൻ മന്നാനിയിൽ ഞങ്ങൾ രണ്ടും ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് നമ്മൾ പഠിച്ചതാ. അദ്ദേഹം ഖബറിലാ, ഉസ്താദിന്റെ ഭാര്യ ഖബറിലാ. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്ത് എന്റെ ഉമ്മ ഇപ്പോഴും ഹയാത്തില. അള്ളാഹ് ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട മർഹൂമയ്ക്കും അതുപോലെ മർഹൂം മുഹമ്മദ് മന്നാനിക്കും അള്ളാഹു ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ധർമ്മിഷ്ഠൻ. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നെങ്കിൽ വലിയ സാമ്പത്തിക ചെലവൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാമ്പത്തിക ചെലവ് ആളുകളൊക്കെ, ചില ആളുകൾ ധർമ്മം ചെയ്യാറുണ്ട്. ഈ ധർമ്മം കൊടുക്കുന്ന ആളുകളെ നാട്ടിൽ എല്ലാ സ്ഥാപനത്തിന്റെ ആളുകളും, അതുപോലെ തന്നെ പെണ്ണിനെ കെട്ടിക്കുന്നവര്, അതുപോലെ തന്നെ ഇതുപോലെ ഹിഫ്ള് നടത്തുന്നവരൊക്കെ പോയി സമീപിക്കാറുണ്ട്. അവർക്ക് കൊടുക്കും. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ഫضل എന്താണെന്നറിയോ? ഒന്ന്, കൊടുക്കാനുള്ളൊരു മനസ്സ്. 2, അത് കൊടുത്താലും അവർക്ക് അള്ളാഹു താല വീണ്ടും ഏറ്റി കൊടുക്കാൻ. അത് എല്ലാവർക്കും അള്ളാഹു താല കൊടുക്കില്ല. ഈ കെട്ടുപൊട്ടിക്കാത്തവന് നിങ്ങൾ നോക്ക്, ഇതൊരു സമ്പന്നന്റെ കഥയാണ്. ഒരു ഉപയോഗം അവൻ അത് ചെയ്തില്ല. ആ സമ്പത്ത് കൊണ്ട് ഒരു ഗുണവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. സമ്പത്ത് ചെലവഴിക്കാൻ മനസ്സുള്ള ചില ആളുകളുണ്ട്, ചെലവഴിക്കാൻ മനസ്സുള്ള ആളുകളുണ്ട്. ആ ആളുകളെ നാട്ടില് പരക്കെ അറിയപ്പെടും ഇല്ലേ? ആ വീട്ടിലെങ്ങാനും ആരെങ്കിലും ഒരാൾ നിന്നാൽ, ഒരു തൊപ്പി വെച്ച, ഇപ്പൊ കല്യാണം വിളിക്കാൻ പോയാൽ പോലും തൊപ്പിയുള്ളവരാണെങ്കിൽ കഥ ഉറക്കൂല, കാരണം പിരിവാന്ന് വിചാരിച്ചിട്ട്. നമ്മള് പോണത് മോന്റെ മാർക്കം വിളിക്കാനാ, പക്ഷെ കഥ ഉറക്കണ്ടെങ്കിൽ അല്ലെ ഇത് പറയാൻ പറ്റൂ. ജന്നാലയിലൂടെ നോക്കും, തൊപ്പിയുണ്ടോ, എന്നാ പിരിവാ ഉറപ്പാ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അതൊക്കെ അബദ്ധ ധാരണകളാണ്. സ്ഥാപനങ്ങളൊക്കെ നടക്കണമെങ്കിൽ പിരിവ് വേണം. പണ്ടാരോ ചോദിച്ചത്, ഈ പണ്ഡിതന്മാരെ മൊത്തം പണക്കാരന്റെ വീട്ടുമുറ്റത്ത് കാണുമല്ലോ, എന്നാ ഒരു പണക്കാരൻ നിങ്ങൾ പണ്ഡിതന്റെ വീട്ടുമുറ്റത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു മഹാന്റെ അടുത്ത്. മഹാൻ പറഞ്ഞ മറുപടി എന്താ? നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, ഒരു പണക്കാരനെ ഇന്ന് വരെ ഒരു മുസ്ലിയാരുടെ വീട്ടിന്റെ മുമ്പിലും കണ്ടിട്ടില്ല. മന്ത്രവാദികളുടെ മുമ്പ് കാണും, അത് വേറെ. അപ്പൊ ഈ മുസ്ലിയാരുടെ വീട്ടിന്റെ മുമ്പ് കണ്ടിട്ടില്ല. എന്നാ തിരിച്ചോ, എല്ലാ മുസ്ലിയാക്കന്മാരെയും പണക്കാരന്റെ വീട്ടിന്റെ മുമ്പ് കാണുമല്ലോ. അപ്പൊ ആ മഹാൻ കൊടുത്ത മറുപടി എന്തെന്നറിയോ? എടാ, പണക്കാരന് ഈ പണ്ഡിതന്റെ ഇൽമിന്റെ വില അറിയില്ല, അതേസമയം ഈ പണ്ഡിതന് സമ്പന്നന്റെ സമ്പത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാ ഈ പള്ളി ഇങ്ങനെ ഉണ്ടായത്. എങ്ങനെയാ ഈ പള്ളി എങ്ങനെ ഉണ്ടായി? ഈ 25 മക്കൾ എങ്ങനെ ഈ വർഷം പഠിച്ചു? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടില്ലേ ലൈവായിട്ട് യാസിർ മന്നാനിയുടെ മോനടക്കം ആഫിലായത്. ഇതെങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ തന്നു 30,000 രൂപ വീതം 25 കുട്ടികൾക്ക്. ഇന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തരും എന്ന വിശ്വാസമാണ്. കിട്ടിയില്ലെങ്കിൽ അള്ളാന്റെ തീരുമാനമല്ല, എന്ത് ചെയ്യാനാ? കിട്ടുമെന്നുള്ള ഉറപ്പ് ഇപ്പോഴും ഉണ്ട്, കമ്മിറ്റിക്കാർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ധർമ്മിഷ്ഠന്, ഏതെങ്കിലും ഒരു ധനാഢ്യന് നാട്ടിലുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ആളാണ്, അയാളുടെ പേര് പ്രസിദ്ധമാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനാ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. ശ്രദ്ധയോടെ ഇത് കേൾക്കണേ സഹോദരിമാരെ, കേൾക്കണേ സഹോദരങ്ങളെ. നമ്മൾ വലിയ ധനാഢ്യന്മാരൊന്നും ആകണ്ട, സമ്പത്ത് ചെലവഴിക്കാൻ
അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള ധർമ്മം ഏതാണ്? അത് നമ്മൾ കൊടുക്കുന്ന 10 ലക്ഷമോ 1 കോടിയോ അല്ല. ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു തോട്ടത്തിലൂടെ. ഈന്തപ്പന തോട്ടമാണ്. ഒരു പാവപ്പെട്ട കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പാവപ്പെട്ട ഒരു സഹോദരന് ഈന്തപ്പനയിൽ കയറിയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനെ വേർതിരിച്ചിട്ട് കുട്ടയിലാക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ആ മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ മുതലാളി വരികയാണ്. തോട്ടത്തിന്റെ മുതലാളി വരികയാ. ആ തോട്ടം മുതലാളി വന്നു. രണ്ട് റൊട്ടി ആ പാവപ്പെട്ട വൃദ്ധൻ, ആ പാവപ്പെട്ട ദരിദ്രനായ തൊഴിലാളിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാ. 2 റൊട്ടിയാണ് പ്രിയപ്പെട്ടവരെ കയ്യിൽ കൊടുത്തത്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ തങ്ങൾ ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. ധനാഢ്യനും ധർമ്മിഷ്ഠനുമാണല്ലോ. ഈ 2 റൊട്ടി കിട്ടിയ ദരിദ്രനായ തോട്ടം തൊഴിലാളിയായ ഏറ്റവും നല്ല വിശ്വസ്തനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ കൊടുത്തു, 2 റൊട്ടിയും കയ്യിൽ കൊടുത്തു പോയി. മുതലാളി അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞ ആ വസ്ത്രം ധരിച്ച പാവപ്പെട്ടവന് കണ്ണുകുടിഞ്ഞ ശരീരത്തെ പൊടിപടലങ്ങൾ പാറി നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യന് ഒരു ഭാഗത്ത് ഈത്തപ്പനയുടെ ചുവട്ടിൽ ചെന്നിരുന്നിട്ട് റൊട്ടി ഒരെണ്ണമെടുത്ത് കഴിക്കാൻ ഒരുങ്ങുമ്പോ ഇതാ ഒരു നായ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ നായ വന്നിട്ട് നാവ് നീട്ടിയിട്ട് ആ മനുഷ്യന്റെ അടുത്ത് നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു റൊട്ടി എടുത്ത നായക്കങ്ങ് കൊടുക്കുകയാ. എന്നിട്ട് 2ാമത്തെ റൊട്ടി അങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ നായക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു നായക്കെങ്ങാനും റൊട്ടി കൊടുത്താൽ എവിടെയെന്നാണോ നായ്ക്കളുള്ളത് ആ നായ്ക്കൾ ഓടി വരുന്നത് പതിവാണ്, കൂട്ടം കൂട്ടമായി. 2ാമത്തെ നായയും ഒന്ന് നാവ് നീട്ടുകയാ. ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഒരു റൊട്ടി കൂടി എടുത്ത നായക്കങ്ങ് കൊടുക്കുകയാ. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു മാറി നിന്ന് വീക്ഷിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് പതുക്കെ നടന്നു ചെന്നിട്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്കൊരു ദിവസം കഴിക്കാൻ എത്ര റൊട്ടിയാണ് കിട്ടുന്നത്? ആ മനുഷ്യന് ആരോഗ്യമുള്ള കൈ ഉയർത്തിയിട്ട് പറഞ്ഞ് 2 റൊട്ടിയാ. ആ 2 റൊട്ടിയും നിങ്ങൾ നായ്ക്കൾക്ക് കൊടുത്തില്ലേ? ഇനി നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പട്ടിണി കിടക്കും ഇന്നത്തെ ദിവസം. എനിക്ക് ആകെയുള്ള റേഷൻ ഈ 2 റൊട്ടിയാണ്. ആ 2 റൊട്ടിയും ഞാൻ കഴിക്കാനെടുത്തപ്പോൾ നായ്ക്കൾ വന്നല്ലോ, ആ നായ്ക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ പട്ടിണിയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് കഴിക്കാൻ തന്നത് ആകെ 2 റൊട്ടിയാണ്. ആ 2 റൊട്ടിയും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നായ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ന അർളനാ ലൈസത് ബി അർളിൽ കിലാബ്, ഇത് പട്ടികൾ താമസിക്കുന്ന മണ്ണല്ല. ഇവിടെ ഞാനും എന്റെ മുതലാളിയും മുതലാളിയുടെ മക്കളും ചുറ്റിക്കറങ്ങുന്ന സ്ഥലമാണ്. ഇന്ന ഹാദൽ കൽബ, ഈ നായ മാസാഖഹു ഇലൈനാ ഇല്ലൽ ജൂ, ഇത് നായ്ക്കൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ല ഇവിടെ, ഇത് മനുഷ്യരായ ഞങ്ങൾക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ നായ വന്നിട്ടുണ്ട് എങ്കിൽ ഇല്ലൽ ജൂ, നായയുടെ വിശപ്പല്ലാതെ മറ്റൊന്നുമല്ല. നായ വിശക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആസറുതുഹു അലാ നഫ്സി, എനിക്ക് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നായ കഴിച്ചോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ആ മനുഷ്യൻ പറഞ്ഞ പോലെ കവിൽത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളിച്ചാലിട്ടൊഴുകിക്കൊണ്ട് നേരെ ആ മനുഷ്യൻ പോയതെങ്ങോട്ടെന്നറിയോ? ഇദ്ദേഹത്തിന്റെ മുതലാളിയുടെ വീട്ടിലേക്കാ പോയത്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആ തൊഴിലാളിയെ വിൽക്കുന്നുണ്ടോ? ആ തൊഴിലാളിയെ നിങ്ങൾ എനിക്ക് തരുവോ? അടിമയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. മുതലാളി ചോദിച്ചു, എന്താണ് ഇപ്പൊ അവനെ വാങ്ങാനുള്ള കാരണം? ആ സമയത്ത് നടന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ തങ്ങളോട് ആ നിൽക്കുന്ന പ്രിയപ്പെട്ട മുതലാളി പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ
നിനക്ക് ആ തൊഴിലാളിയെ നിനക്ക് തന്നാ നീ എന്താ ചെയ്യുക? ആ സമയത്ത് ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ സ്വതന്ത്രനാക്കി വിടും. ഇനി ഒരാളുടെ വീട്ടുപണിക്ക് അവന് പോകണ്ട, അവന് വരുമാനം വേണ്ടേ, അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ജഅഫർ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അവൻ നോക്കി നടത്തുന്ന തോട്ടം നിങ്ങൾ എനിക്ക് തരുവോ? നിങ്ങൾ പറയുന്ന വിലക്ക് ഞാൻ അത് വാങ്ങിക്കൊള്ളാം. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തോട്ടം ഞാൻ അദ്ദേഹത്തിന് അങ്ങ് സംഭാവന കൊടുക്കാൻ പോവുകയാ. അദ്ദേഹത്തിന് അത് കൃഷി ചെയ്തിട്ട് വരുമാന മാർഗമാകുമല്ലോ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, മുതലാളി പറഞ്ഞ വാക്കം തന്നറിയോ? ഒരു ദിവസം പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കില് ഈ കണ്ട ദിവസം അത്രയും ഞാനത് കാണുന്നതല്ലേ. അവിചാരിതമായി നായ അവിടെ കടന്നു വന്നതല്ല. എല്ലാ ദിവസവും അയാളുടെ പതിവിതു തന്നെ. കഴിക്കാൻ 2 റൊട്ടി ഞാൻ കൊണ്ടു കൊടുക്കും. ആ റൊട്ടി കഴിക്കാൻ അയാൾ ഈ തപ്പനയുടെ ചുവട്ടിലിരിക്കുമ്പോ എവിടെ നിന്നെങ്കിലും നായ്ക്കൾ വരാറുണ്ട്. ആ നായ്ക്കൾക്ക് അയാൾ റൊട്ടി കൊടുത്തിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് അയാൾ പട്ടിണി കിടക്കുമ്പോൾ ഈത്തപ്പഴത്തിൽ നിന്ന് 1 മണി പോലും എടുത്ത് അയാൾ കഴിച്ചിട്ടില്ല. ഒരു ദിവസത്തെ അനുഭവം നിങ്ങൾ അയാളെ മോചിപ്പിക്കാനും ആ പൂന്തോട്ടം ആ തോട്ടം വാങ്ങിക്കൊടുക്കാനും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങളെ സാക്ഷിയാക്കുന്നു. ഉശ്ഹിദുക, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിട്ട് പറയുകയാണ്, അന്നഹു ഹുർറുൽ ലിവജ്ഹില്ലാ, അയാളതാ ഈ സെക്കൻഡ് മുതൽ സ്വതന്ത്രനാ. ഈ നിമിഷം മുതൽ അയാളെ ഞാൻ അങ്ങ് മോചിപ്പിക്കുകയാ. മാത്രമല്ല, അന്നൽ ബുസ്താന ഹിബത്തും മിന്നീ, അയാള് പരിലാളിച്ച് പരിപോഷിപ്പിച്ചെടുത്ത ആ തോട്ടമുണ്ടല്ലോ, അതും ഞാൻ ഇതായാൾക്ക് സമ്മാനമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്ന നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിട്ടൻ അവിടെ നിന്ന് പറഞ്ഞു പോയ വാക്കം തന്നറിയോ? പടച്ച റബ്ബേ, ദിവസത്തിൽ കഴിക്കാൻ കിട്ടുന്ന റേഷനായ 2 റൊട്ടി കഴിക്കാൻ വേണ്ടി വന്ന് കഴിക്കാനിരിക്കുമ്പോൾ കടന്നു വന്ന നായ്ക്കൾക്ക് കൊടുത്തിട്ട് ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കുന്ന ഈ മനുഷ്യന്, ഈ തോട്ടം തൊഴിലാളിയായ മനുഷ്യന്, ഈ മനുഷ്യനാരാ? ഹാദൽ ഗുലാമു അസ്ഖാ മിന്നീ, എന്നെക്കാൾ വലിയ ധർമ്മിട്ടനല്ലേ, എന്നെക്കാൾ വലിയ ധർമ്മിട്ടനല്ലേ എന്ന് തിരിച്ചറിവ് ഒരു വലിയ ധർമ്മിട്ടൻ ഉണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ, കോടികൾ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവൂല, ലക്ഷങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ കൈവശമുണ്ടാകൂല. പക്ഷെ നിങ്ങളുടെ കയ്യിരിക്കുന്ന 10 രൂപ കൊടുത്തിട്ട് ഇവിടത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാ, അല്ലെങ്കിൽ ദീനിയായ വിഷയങ്ങളുമായി ബന്ധപ്പെടാ നമുക്ക് കഴിഞ്ഞ ആ പ്രതിഫലമല്ല തരുന്നത് എന്താണ്? അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അലീം. അത് തന്നെയാണ് പടച്ചവനെ കിട്ടാനുള്ള പണിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 89-ാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെ കയ്യിൽ കോടികളൊന്നും വേണ്ട. ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോ ബക്കറ്റ് കൊണ്ടുവരുന്നു ഒരാൾ. ആ ബക്കറ്റിലേക്ക്, അല്ലെങ്കിൽ പോട്ടെ യാസർ മന്നാനിയോ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദ്, അദ്ദേഹത്തിന് അബ്ദുൽ ഹക്കീം ഉസ്താദിന് ഒരു സംഭാവന കൊടുക്കണമെന്നൊരു ആഗ്രഹം. ഞാനൊരു ഉദാഹരണം പറയാൻ. അദ്ദേഹം ഒരു 100 രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. 100 രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അബ്ദുൽ ഹക്കീം ഉസ്താദ് 100 രൂപ വാങ്ങി. അൽഹംദുലില്ലാ. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാനൊരു 50 രൂപ എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്, ഒരു സംഭാവന. സ്വാഭാവികമായിട്ട് സഹജമായിട്ട് അബ്ദുൽ ഹക്കീം ഉസ്താദിന് ആരോടായിരിക്കും സ്നേഹം കൂടുക? മാനുഷികമായി, മനുഷ്യ സഹജമായിട്ട് പറഞ്ഞാൽ മതി. ആരെടുത്തായിരിക്കും? ഇമാമിനോടാണ്. കാരണം 100 രൂപ കൊടുത്തില്ലേ? 100 രൂപയല്ലേ കൊടുത്തത്, ഞാൻ 50 കൊടുത്തോളൂ. ന്യായമായിട്ട് സഹജമായിട്ട് മൂപ്പരോടല്ലേ സ്നേഹം കൂടേണ്ടത്? ശരിയാണ്. പക്ഷേ അബ്ദുൽ ഹക്കീം ഉസ്താദ് അറിയാതെ പോയൊരു കാര്യമുണ്ട്. മൂപ്പര് താഴെ പാങ്ങോട് പള്ളിയിലൊക്കെ വന്ന് ജോലിയൊക്കെ നോക്കിയപ്പോ ശമ്പളവും കൈമടക്കൊക്കെ ആയിട്ട് ഇച്ചിരി പൈസയൊക്കെ ആയി. അപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പല നോട്ടുകൾ ഉണ്ടായിരുന്നു. ആ നോട്ടിൽ നിന്ന് ഒരു നോട്ട് 100 രൂപ എടുത്ത് കൊടുത്തതാ. പക്ഷെ ഞാൻ അങ്ങനല്ല. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 50 രൂപയാണ്.
ആ 50 രൂപ ഞാൻ എടുത്തങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ എന്നോടല്ലേ സ്നേഹം കൂടേണ്ടത്? എന്നോടല്ലേ സ്നേഹം കൂടേണ്ടത്? ഇതാണ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ധർമ്മത്തിന്റെ വില. ഒരാൾ ഇരുന്നിട്ട് പറയാൻ 1 ലക്ഷം, അദ്ദേഹത്തിന് 1 കോടി ഉണ്ട്. അക്കൂട്ടത്തിൽ ഇടയ്ക്ക് നിന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു 1000 രൂപ. ഈ 1000 രൂപ ഉണ്ടാക്കാൻ അയാൾ ഇനി 2-3 ദിവസം പണിയെടുക്കണം. അള്ളാഹു ആർക്കാ പ്രതിഫലം കൊടുക്കുക? അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചെറുത് അല്ലാഹു തആല വലിയ 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 സമ്പത്തായി അത് സ്വതക്കയായി പരിഗണിക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. അതാണ് അള്ളാനെ കിട്ടാനുള്ള ഫൗസുന അലീം എന്ന മഹാവിജയത്തിന് നമ്മൾ ചെയ്യേണ്ടത്.